എനിക്ക് തോന്നുന്നില്ല. കാറ് വിറ്റ രൂപ അങ്കിളിനെ കിട്ടിയല്ലോ. എഡ്ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനാ അങ്കിൾ കാറ് വിറ്റത്. ഞാനൊരു കവർ മെഴുകുതിരി വാങ്ങി വെച്ചിട്ടുണ്ട്. നാളെ പള്ളിയിൽ പോകുമ്പോൾ കത്തിക്കാനാ. എന്തിനാണെന്നോ? എന്റെ എട്ടിയുടെ സൂക്കേട് പെട്ടെന്ന് മാറാൻ. നേരെ സന്ധ്യ. ഞാൻ പോട്ടെ. ഡാഡി വീണ്ടും തുടങ്ങിയോ? Forgive me, my dear. കാർ വിറ്റ് പൈസ കൊണ്ട് എഡ്ഡിയെ ചികിത്സിപ്പിക്കാമെന്നല്ലേ ഡാഡി പറഞ്ഞിരുന്നത്? എന്നിട്ട് അത് മുഴുവനും കുടിച്ചു തീർക്കാനാണ് ഭാവം അല്ലേ? ഒരല്പം വിഷം വാങ്ങി തന്നിട്ട് ഡാഡിക്ക് ഞങ്ങളെ കൊന്നുകൂടെ? Lovely. മോളെ, ഇന്ന് ഓഗസ്റ്റ് 5. Do you remember this date? ഇന്ന് നിന്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾ ഉണ്ടായിരുന്നു. അവൾ ഒഴിച്ചു തന്നു. ഞാൻ കുടിച്ചു. ഇന്ന് എന്റെ അയറി. എന്തിനാ ഡാഡി ഇനിയും കുടിച്ചു കുടിച്ച് മരിക്കുന്നത്? ശവത്തിന് വീണ്ടും മരണമോ മോളെ? നിന്റെ ഡാഡി ഒരു ശവമാണ്. എ മൂവിംഗ് കോർപ്സ്. മമ്മി, Irene. Irene, good night, Irene. Irene, good night. Good night, Irene. Good night, Irene. I'll see you in my dreams. ഓ, ബെന്നി. ആരാ ലവ്ലി ഫെഡറിക്? ഞാൻ തന്നെ. ഒരു രജിസ്റ്റർ ഉണ്ട്. ഡാഡി, 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 എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഡിക്രൂസ് ആൻഡ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. My God. എഡ്ഡി, എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങട്ടെ. നിന്റെ അസുഖങ്ങളൊക്കെ മാറ്റി ഞാൻ നിന്നെ മിടുമിടുക്കനാക്കും. Very good. You are very intelligent. വളരെ വേഗം
വർക്കുകൾ പഠിച്ചു. താങ്ക് യു സർ. എടി ഡിക്രൂ സാർ കറങ്ങിയെന്നാ തോന്നുന്നത്. ഓ, നാഴിക്ക് 40 വട്ടമല്ലേ അവളെ അകത്തേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങേരാരാ പുള്ളി? ഉഗ്രൻ സാധനത്തിനല്ലേ കിട്ടിയിരിക്കുന്നത്. പിന്നെ എക്സ്ക്യൂസ് മീ സർ, ഈസ് ഇറ്റ് കറക്റ്റ്? See this line? This line should come above, and this is not necessary. Oh. Okay? Thank you, all right, sir. all right. പുതിയ മുതലാളി എങ്ങനെയുണ്ട്? കുഴപ്പക്കാരനാണോ? വെരി ഡീസന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ ചാൻസ് നഷ്ടപ്പെട്ടോ? ഇനി എന്നും ലൗലിയെ ഞാൻ ഈ സൈക്കിളിൽ ഓഫീസിൽ കൊണ്ടുവന്നു. തിരിച്ചു വീട്ടിലേക്കോ? അതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ശമ്പളം കിട്ടുമ്പോ വണ്ടിക്കൂലിങ്ങാണ്. നയാ പൈസ തരില്ല. അത് വേണ്ട, കുറെ ദിവസം കഴിയുമ്പോ നിന്നെ മൊത്തമായിട്ട് ഞാനിങ്ങ് എടുത്തോളാം. കയറ്. ബൈ ബെന്നി. ലവ്ലി, ഒന്നിങ്ങോട്ട് വരൂ. ആ, സർ, ടേക്ക് എ സീറ്റ്. നോ താങ്ക്സ്. വെൽ, ഹൂ ഈസ് ദറ്റ് ബോയ്? എന്റെ ബോയ് ഫ്രണ്ട് ബെന്നി. ഐ സീ. എന്താ സർ? യു ആർ നോട്ട് എ ചൈൽഡ്. ആ ചെറുപ്പക്കാരനുമൊത്തുള്ള ലവ്ലിയുടെ പോക്ക് അത്ര ശരിയല്ല. ദാറ്റ്സ് മൈ പേഴ്സണൽ മാറ്റർ. ഓഫ് കോഴ്സ് ഐ അഗ്രി. പക്ഷേ എനിക്കത് അനുവദിച്ചു തരാൻ പറ്റില്ല. ഇവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇവിടുത്തെ കോൺട്രാക്ട് റൂൾസ് അനുസരിച്ചേ പറ്റൂ. ഞാൻ എന്ത് വേണം സർ? ഓഫീസിലേക്ക് തനിച്ചു വന്നാൽ മതി. പോകുന്നതും അങ്ങനെ മതി. യെസ് സർ. ദിസ് ഈസ് ഓൺലി ആൻ അഡ്വൈസ്. എന്താ താമസിച്ചത്? ഈ കാത്തുനിൽപ്പ ബുദ്ധിമുട്ട്. ഇനി ബെന്നി ബുദ്ധിമുട്ടണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. നീ പിണങ്ങിയോ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നിനക്ക് വേണ്ടി എത്ര കാലം കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ പറഞ്ഞത് തമാശയല്ല. ബെന്നിയും ഒന്നിച്ചുള്ള വരവും പോക്കും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ലൗലി, നീ പറഞ്ഞത് നേരാണോ ലൗലി? എന്നോട് ക്ഷമിക്കൂ ബെന്നി. ഈ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ദയവ് ചെയ്തൊന്ന് സഹായിക്കൂ. നീ എന്താ സൈക്കിൾ എടുത്ത് അകത്ത് വെച്ചത്? എനിക്കിന്ന് സൈക്കിൾ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ലവ്ലി വിളിക്കാൻ പോകുന്നില്ലേ? ഷീ ആസ്ക്ഡ് മീ നോട്ട് ടു ബോദർ. അവൾ ബസ്സിൽ പോയിക്കോളാം. ഇപ്പോഴത്തെ മുതലാളി നിങ്ങളും തമ്മി വലിയ അടുപ്പത്തിലാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രീസിംഗ് പ്ലാന്റി ബെന്നിക്ക് ഒരു ജോലി കൊടുക്കാൻ ഒന്ന് പറയായിരുന്നല്ല. അവന്റെ റിസൾട്ട് അറിയട്ടെ. ചില പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. ലൗലിക്ക് ജോലിയായി, ബെന്നിക്ക് കൂടി ഒരു ജോബ് ഉണ്ടായാൽ നമുക്ക് അവരുടെ മാരേജ് അങ്ങ് നടത്തായിരുന്നു കേട്ടാ. ആ, ജനുവരിക്ക് മുമ്പ് എല്ലാം നടക്കും. ഇക്കാര്യത്തിൽ മാധവ മേസ്ത്രി എന്നെ ഒന്ന് സഹായിക്കും. മൈ ഗോഡ്, അത് വലിയ റിസ്ക് അല്ലേ? വാങ്ങുന്ന പാർട്ടി നല്ലതാണെങ്കിൽ വിഷമിക്കാനില്ല. എന്തായാലും ഇന്ന് ഞാൻ ഡിക്രൂ സാറിനെ ഒന്ന് വേണ്ടി സംസാരിക്കട്ടെ. ലവ്ലി അദ്ദേഹത്തിന്റെ സ്റ്റെനോയുമല്ലേ, ചിലപ്പോഴത് നടക്കും. അതെ, ഞാൻ കുടിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതെ ശരി.
ഞാൻ ഇറങ്ങട്ടെ. നാളെ തന്നെ വിവരം സാഹിബിനെ അറിയിക്കാം. ഓക്കെ സർ, ഓക്കെ. ഈയിടെയായി ലൗലിക്ക് എന്താ ഒരു വിഷാദഭാവം? ഒന്നുമില്ല സർ. ഞാൻ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ലൗലിക്ക് എന്നോട് വിരോധമുണ്ടോ? നെവർ. എനിക്കൊരു വിരോധവുമില്ല. വെരി ഗുഡ്. എന്നെ വിളിച്ചത് ഒരു എഗ്രിമെന്റ് ടൈപ്പ് ചെയ്യാനുണ്ട്. വളരെ അർജന്റാണ്. ഇന്ന് തന്നെ വേണം. സോറി, ഞാൻ ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരാൻ മറന്നു. ലൗലി ഒരു ഉപകാരം ചെയ്യാമോ? പറയൂ സർ. ഉച്ചയ്ക്ക് ലൗലി എന്റെ ബംഗ്ലാവ് വരെ ഒന്ന് വരുമോ? ഡ്രാഫ്റ്റ് കമ്പയർ ചെയ്ത് എഗ്രിമെന്റ് ഡിക്റ്റേറ്റ് ചെയ്ത് തരാം. ഇന്ന് തന്നെ പോകേണ്ട പേപ്പറാണ്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറെ ചില പ്രോഗ്രാംസ് ഉണ്ട്. ലൗലിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. വരാം സർ. താങ്ക് യു. ഞാൻ കാർ അയക്കാം. വിക്രു സാർ എവിടെ? മുകളിലുണ്ട്. സാർ, സാർ. Come in. Come in. See, ഇതിൽ എഴുതിയിരിക്കുന്ന 20 ലക്ഷം മാറ്റി 25 എഴുതണം. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കോളൂ. ലവ്ലി, അതിമനോഹരിയാണ് നീ. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടവുമാണ്. പ്ലീസ്, പ്ലീസ് എക്സ്ക്യൂസ് മീ. പോകാം. ഒരു മിനിറ്റ്, ഞാൻ സാറിനോടൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. സാറിലേക്ക് കയറും. ആഫീസിലെത്തിക്കാൻ സാറ് പറഞ്ഞു. ഞാൻ വരുന്നില്ല. അല്ല, ഇതാരെ? സായിപ്പോ? സായിപ്പ് പിന്നെ വെടിവെക്കാൻ ഇറങ്ങിയോ? എന്താ കല്യാണി തടഞ്ഞത്? അവളിപ്പോ സർക്കാർ സർവീസിലാണ്. സർക്കാർ സർവീസിലും? സെൻട്രൽ ജയിൽ ഒരു 3 മാസം സർവീസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരും. ഓഹോ, വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിച്ചിട്ടിരിക്കുകയായിരിക്കും. ആ, അവിടെ കിടക്കട്ടെ. ചെറുപ്പക്കാർ പിള്ളേരെങ്കിലും രക്ഷപ്പെടുമല്ലോ. എവിടെ രക്ഷപ്പെടാൻ? എല്ലാത്തിനും കുളിപ്പിച്ച് കിടത്തുള്ളൂ. ഇവിടെ ഇന്നൊരു കൊക്കിനെ പോയി കാണുന്നില്ല. കണ്ടാലും ശരിയേറ്റ ദിവസമുണ്ട്. ഫോണിൽ വിളിച്ച് അത്യാവശ്യമായി വരാൻ പറഞ്ഞപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കേടായിരിക്കുമെന്നാ ധരിച്ചത്. താൻ ഇന്നലെ പറഞ്ഞപ്പോഴേ ഞാനങ്ങ് തീരുമാനിച്ചു. തിരിച്ചു പോകുന്ന വഴി ലൗലിയുടെ ഡാഡി ഒന്ന് കാണാം. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? ഇന്ന് 5 മണിക്ക് ഞാൻ അവിടെ ചെല്ലുമെന്ന് പറയൂ. താനും അവിടെ ഉണ്ടായിരിക്കണം. എന്നാ പിന്നെ 6 മണിക്കായാൽപ്പോരെ? ലൗലി അവിടെ ഉണ്ടാവുമല്ലോ. ഒന്ന് അനാവശ്യം പറയാതിരിക്കണം. സാറിന് എനിക്ക് പണ്ടേ അറിഞ്ഞൂടെ? വസ്തു എന്തിനാ? ഫ്രെഡറിക്ക് ലൗലിയുടെ അച്ഛനല്ലേ? അതിൽ കൂടുതൽ ഒരു പണയം വേണം. താനിന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പരിപാടികൾ നടക്കുന്നതിന് മാധവന് കമ്മീഷൻ വേറെ തരണം. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ഏറ്റിരിക്കുന്നു. സാഹിബിന് ഇതിൽ കൂടുതൽ എന്ത് വേണം? എല്ലാം ഞങ്ങളുടെ ഭാഗ്യം. അവർ ഗുഡ് ഫോർച്യൂൺ. ലവ്ലി, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്.
എന്നെ നിങ്ങളുടെ കുടുംബ സുഹൃത്തായി കണക്കാക്കി. പ്ലീസ്. ലവ്ലി ഇരിക്കെ. ഡിക്രൂ സാറോട് ആദ്യമായിട്ടല്ലോ. Come on, join us, Lovely. നോ താങ്ക്സ്. Lovely, don't you know manners? വേണ്ട, നിർബന്ധിക്കണ്ട. Let her be free. Come on, carry on, carry on.